ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസം മുൻപ് വെസിറക്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നമുക്ക് എല്ലാവർക്കും മെയിലിൽ വന്നിട്ടുണ്ടാവും. വെസിറക്സ് യൂസേഴ്സിന് എന്തായാലും തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാവും. അവർ അഫിഡവിറ്റ് ഫയൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അഫിഡവിറ്റ് എന്താണ് ഫയൽ ചെയ്തതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു യൂസേഴ്സിന്. അതിനുശേഷം ഇന്നലെ വേറൊരു മെയിൽ വന്നിരുന്നു. ഫസ്റ്റ് മൊറട്ടോറിയത്തിന്റെ ഹിയറിംഗ് നാളെ ഈ പറഞ്ഞ 3-ാം തീയതി ആ ദിവസത്തേക്ക് വരികയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ട്. 2 ദിവസം മുമ്പാണ് വന്നത്. അതിനുശേഷം അഫിഡവിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 52 പേജിന്റെ അഫിഡവിറ്റ് ആയിരുന്നു. സോ അത് മൊത്തത്തിൽ വായിച്ചിട്ട് മനസ്സിലാക്കാൻ നിന്നില്ല. ഞാൻ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ അഫിഡവിറ്റിനകത്ത് പറഞ്ഞേക്കുന്നത്, അതിൽ എന്തൊക്കെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്, ട്രാൻസ്പെറൻസി എന്തൊക്കെയാണ്, അതിനകത്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ INR വിഡ്രോവലിന്റെ കേസ് അവർ പറഞ്ഞ പോലെ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ നമുക്ക് 66%-ൽ ഫസ്റ്റ് 33% വിഡ്രോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ SRX പിൻവലിക്കാന്നുള്ളതിന്റെ വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ട്. കുറെ പേർക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ട് തോന്നുന്നു. ക്രിപ്റ്റോ ആയിട്ട് കിടക്കുന്നവർ എല്ലാവരും കുറച്ച് ടോക്കൺ കയ്യിലുണ്ട്, പക്ഷെ അതെനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ടോക്കൺ ഉള്ളതൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ INR ഇന്ത്യൻ റുപ്പീസ് കിടക്കുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുള്ളത്. ക്രിപ്റ്റോ ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ക്രിപ്റ്റോ സെല് ചെയ്തിട്ട് INR ആക്കി അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇതുവരെ വന്നിട്ടില്ല. സോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഒക്കെയാണ് ഈ അഫിഡവിറ്റിനകത്ത് പറഞ്ഞേക്കുന്നത്. സോ ഞാൻ ഈ 2 മെയിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. ഒന്ന് എനിക്ക് വന്നത് ഓഗസ്റ്റ് 30-ാം തീയതിയാണ്. ഇതിന് താഴെയുടെ അഫിഡവിറ്റ് കിടക്കുന്നുണ്ടായിരുന്നു. അല്ല, ഓഗസ്റ്റ് 30-ാം തീയതി അല്ല, ഇത് താഴത്ത് റീസ്ട്രക്ചറിംഗ് എന്ന് പറഞ്ഞൊരു സാധനം വന്നിരുന്നു. ഇവിടെ അഫിഡവിറ്റ് കിടക്കുന്നുണ്ട്. അത് 29-ാം തീയതിയാണ് വന്നത്. ഇന്നലെ ഫസ്റ്റ് മൊറട്ടോറിയം അനൗൺസ്മെന്റ് വന്നിട്ട് 3-ാം തീയതി സെപ്റ്റംബർ 3-ാം തീയതി വെച്ചിട്ടാണ്. അതിന്റെ ലിങ്ക് ഒക്കെ തന്നിട്ടുണ്ട്, സൂം ലിങ്ക്. എല്ലാവർക്കും ജോയിൻ ചെയ്യാന്ന് പറയുന്നുണ്ട്, പക്ഷെ എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റില്ല. സിംഗപ്പൂർ കോർട്ട് മറ്റുള്ള ആൾക്കാർ കോടതിയിൽ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ എല്ലാവർക്കും ചുമ്മാ കോടതി ഹിയറിംഗ് കേൾക്കാൻ പറ്റില്ലല്ലോ. സോ ഇതിന് റിലേറ്റഡ് ആയിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ബട്ട് ഇത് ജസ്റ്റ് ഒരു എല്ലാം നടത്തുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി സംഭവം ചെയ്തതായിരിക്കാം. എനിവേ വെസറക്സിന്റെ പ്ലാറ്റ്ഫോമിനകത്ത് ട്വിറ്ററിനകത്തും ഒരു ഇതൊക്കെ വന്നിരുന്നു, ഹിയറിംഗിനെ കുറിച്ചിട്ട് ഒരു അപ്ഡേറ്റ് വന്നിരുന്നു. ഞാൻ ചിലപ്പോൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ വെക്സിറക്സോ അല്ലെങ്കിൽ വെസിറക്സ് ആവും. അപ്പോൾ അതിന്റെ താഴെ ആരോ ഒരാൾ വന്ന് എപ്പോഴും പറയുന്നുണ്ടായിരുന്നു, പ്ലീസ് ലൈക്ക് അത് നമ്മൾ പറയുമ്പം നമുക്ക് ഓരോ ആൾക്കാർക്ക് ഓരോ പോലെയല്ലേ പ്രൊണൗൺസിയേഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും സംഭവം മനസ്സിലാവുന്നുണ്ടല്ലോ, അത്രേ ഉള്ളൂ കാര്യം. അപ്പം ഇനി പറയാൻ വന്നത് അഫിഡവിറ്റിന്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് അത് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമാണ് പറയണത്. ഇവർ പറയുന്നത് ZI പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് സിംഗപ്പൂരിൽ. സോ അവരിലാണ് ഈ ZI എന്ന് പറഞ്ഞതാണ് ബസിറക്സിന്റെ സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനി. സോ ജനറൽ ഇവരും സിംഗപ്പൂർ കോർട്ടും തമ്മിലാണ് കേസ് നടക്കുന്നത്. ഈ ZIയുടെ ഷെയർസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻമൈ ലാബ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ വെസറക്സ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് സെൻമൈ എന്ന് പറഞ്ഞത് സെൻമൈ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. ഈ സെൻമൈ പറഞ്ഞ കമ്പനിയുടെ 99% ഷെയറും ഈ ZI പ്രൈവറ്റ് ലിമിറ്റഡിനടുത്താണ്. 1% ഉള്ളത് നിശ്ചൽ ഷെട്ടിയുടെ അടുത്താണ്. ഇങ്ങനെയാണ് എനിക്ക് അറിയാൻ പറ്റിയത്. ഇനിയിപ്പം ഈ ZI പ്രൈവറ്റ് ലിമിറ്റഡ് സിംഗപ്പൂർ ആസ്ഥാനമാക്കിയിട്ടുള്ള കമ്പനി. അപ്പം വെസറക്സിന് 1% നിശ്ചൽ ഷെട്ടിക്കുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ഈ ZI എന്ന് പറഞ്ഞ രജിസ്ട്രേഷനിൽ നിന്ന് 99% സെൻമയിലേക്ക് വന്നിട്ടുണ്ട്. ഈ ZI എന്ന് പറഞ്ഞ കമ്പനിയുടെ 74.26%, 26% നിശ്ചൽ ഷെട്ടിയാണ് ഓൺ ചെയ്യുന്നത്. ബാക്കി 18.57 എന്ന് പറഞ്ഞാൽ സമീർ ഹനുമാൻ മാത്രമേ എന്ന് പറഞ്ഞതും, സിദ്ധാർത്ഥ് മേനോൻ 7.17 എന്ന് പറഞ്ഞു. സിദ്ധാർത്ഥ് മേനോനൊക്കെ നമുക്കൊരു ടൈഗറോ എന്ന് പറഞ്ഞ കുറച്ച് പ്രൊജക്ട്സ് ഒക്കെ വന്നിരുന്നു, ഷാർഡിയം ഒക്കെ, അങ്ങനെ കുറെ സംഭവങ്ങൾ വരുന്നുണ്ട്. സോ ZIയുടെ സിംഗപ്പൂർ രജിസ്റ്റർ ആയിട്ടുള്ള ZIയുടെ ഓണർഷിപ്പും ഇവർക്ക് തന്നെയാണ്. ബട്ട് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തപ്പം സെൻമൈ എന്ന് പറഞ്ഞതിന്റെ 99% സിംഗപ്പൂർ രജിസ്റ്റർ കമ്പനി എന്നുള്ള ലെവലിലാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് ഇവർ കാണിച്ചേക്കുന്നത്. ഇവർ പറയുന്നത് 234 മില്യന്റെ ഹാക്ക് വന്നിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. ഇതാണ് അതിന്റെ ഫസ്റ്റത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞേക്കുന്നത്, ഷെയർ ചെയ്തേക്കുന്നത്. പിന്നെ പറയണത് ഇവർ ഇതിനകത്ത് ഈ ഒരു എല്ലാ കാര്യങ്ങളും ഒരു സംഭവം ഫയൽ ചെയ്യുമ്പോൾ അതിന്റെ ഹിസ്റ്ററി മുതൽ എല്ലാ സംഭവങ്ങളും കൊണ്ടുവരുന്നുണ്ടല്ലോ. സോ 2019 ബൈനാൻസ് ഇതിനെ അക്വയർ ചെയ്തു. അതിനുശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ ഒക്കെ നടന്നിരുന്നു. അതിനുശേഷം പിന്നീട് പ്രശ്നമായി. ഇപ്പോൾ ബൈനാൻസ് അക്വയർസ് ഇന്ത്യസ് ലീഡിംഗ് ഡിജിറ്റൽ അസറ്റ് പ്ലാറ്റ്ഫോം, പല വഴികളുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മുടെ EDs ഒക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നല്ലോ. ബൈനാൻസിൽ നിന്ന് നമുക്കൊരു ട്രാൻസ്ഫർ ഫീസ് ഒന്നും ഇല്ലാണ്ട് വെസറക്സിലേക്കും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. സോ അതിനെതിരെ കേസ് വന്നതുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം 2022 ബൈനാൻസ് ആ സംഭവം സ്റ്റോപ്പ് ചെയ്തു. നമുക്ക് പറ്റില്ല, ഇനി ഞങ്ങൾക്ക് ഓണർഷിപ്പ് വേണ്ട, നമ്മളായിട്ടൊരു ബന്ധമില്ല, നിങ്ങളാണ് ട്രാൻസാക്ഷൻ നടത്തുന്നതെല്ലാം വെസറക്സ് തന്നെയാണ്, ഞാൻ ജസ്റ്റ് ഓണർഷിപ്പ് വാങ്ങിയെന്നൊക്കെയാണ് നമ്മുടെ അന്നത്തെ CZ ട്വിറ്ററിനകത്ത് പറഞ്ഞ ട്വീറ്റൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഈ ഒരു ബുൾ മാർക്കറ്റിൽ വന്നവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പം റീസെന്റ് വന്നവരാണെങ്കിൽ ഇത് 2022 2 കൊല്ലം മുമ്പ് നടന്ന കഥകളാണ്. ബട്ട് ഓൾമോസ്റ്റ് വെസറക്സ് യൂസേഴ്സ് എല്ലാവരും ഈ ഒരു സംഭവം യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കും. സോ അവർ ഇതിനകത്തിട്ടുണ്ട്. കാരണം നമ്മൾ എല്ലാം മര്യാദയ്ക്ക് അവരെല്ലാ കാര്യങ്ങളും പിച്ച് ചെയ്തിട്ടുണ്ട്. സോ ബൈനാൻസിന്റെ കേസും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബൈനാൻസിന്റെ ഈ ഒരു കേസ് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇത് എന്തിനാ പറയാനുള്ള കാരണം വെച്ചാൽ വേറെ ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. കുറച്ച് ആ ഫണ്ട് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂ നമുക്കത് താഴെ മനസ്സിലാക്കാം. അപ്പം ബൈനാൻസുമായിട്ടൊരു സംഭവം നടന്നിരുന്നു, അതുകൊണ്ട് ബൈനാൻസിന്റെ നമ്മുടെ കുറച്ച് ഫണ്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ ഇത് കാണിച്ചിട്ടുണ്ട്. സോ അതിനായിരിക്കാം ഈ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടാവും. ബട്ട് മേ ബി അഫിഡവിറ്റ് ചെയ്യുമ്പോൾ ഹിസ്റ്ററി എല്ലാം പറയേണ്ടി വരുമായിരിക്കും, അതുകൊണ്ടും കൂടി ആയിരിക്കാം. എനിവേ അത് പറഞ്ഞിട്ടുണ്ട്. സോ അതായിരുന്നു അതിലൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയണത്. പിന്നെ ഏകദേശം ബൈനാൻസുമായിട്ടുള്ള തെറ്റിപ്പിടിഞ്ഞതിന് ശേഷം ഇവർ ലിമിനൽ എന്ന് പറഞ്ഞ കസ്റ്റഡിയിലേക്ക് അതിലേക്കാണ് മാറ്റിയത്. ഇവരുടെ ഫണ്ട്സ് എല്ലാം സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്
ബൈനാൻസ് ആയിരുന്നു ആദ്യം ഫണ്ടെല്ലാം സേവ് ചെയ്ത് വെച്ചിരുന്നത്. അങ്ങനെയായിരുന്നു ഈ ഹാക്ക് നടക്കില്ലായിരുന്നു എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. എനിവേ ബൈനാൻസിൽ നിന്ന് ലിമിനിലേക്ക് മാറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇൻ ഷോർട്ട് ആയിട്ട് ഇത് ഇവരുടെ ഫസ്റ്റ് കുറച്ചെന്ന് പറഞ്ഞാൽ ഇവരുടെ ഷെയറിന് എത്ര കമ്പനി, ഏത് കമ്പനിയാണ്, എത്ര കമ്പനി ഉണ്ട്, ഇവരുടെ ഹിസ്റ്ററിയും പാസ്റ്റും എന്തുകൊണ്ടാണ് ലിമിനിലേക്ക് വന്നെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ബിഫോർ ദാറ്റ് സ്റ്റാർട്ടിങ്ങിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറയണത് ഇവർ പറയണത് ഫസ്റ്റ് പേജിൽ തന്നെ കാണാം 6 മാസം മിനിമം 6 മാസം നമുക്ക് മിനിമം ആണ് കേട്ടോ, മാക്സിമം അല്ല, മിനിമം 6 മാസം വേണം ഇതെല്ലാം ക്രിപ്റ്റോ ട്രേഡിങ്ങും അതുപോലെ ക്രിപ്റ്റോ വിഡ്രോവൽസും എല്ലാം ഒന്ന് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് മിനിമം 6 മാസം നമുക്ക് ആവശ്യമുണ്ട്. അതിന് മുമ്പ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതി. മീൻസ് ഞങ്ങൾ അതിന് 6 മാസം ഒന്നും ചെയ്യാതിരിക്കില്ല, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ചെയ്ത് മിനിമം 6 മാസമെങ്കിലും ആവണം. എന്നാലാണ് നമുക്ക് ഇതെല്ലാം പഴയ പോലെ ക്രിപ്റ്റോ ഡെപ്പോസിറ്റ്സ് ഒക്കെ കൊണ്ടുവരാനും വിഡ്രോവൽസ് അലോ ചെയ്യാനൊക്കെ പറ്റൂ എന്നുള്ള രീതിയിലാണ് പറയണത്. അതിനുശേഷം അതിന്റെ കാരണങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാരണമാണ് ഇപ്പം പറഞ്ഞിട്ടില്ല, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഫസ്റ്റ് ഇത് പറഞ്ഞു ഫോർ എ പീരീഡ് ഓഫ് 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഫർദർ ഓർഡർ നോ റെസൊല്യൂഷൻ ഷാൽ ബി. വേറെ ഒന്നും ഞങ്ങൾക്കെതിരെ പ്രൊസീഡിങ്സ് ഒന്നും ഉണ്ടാവരുത്, ഞങ്ങൾക്ക് ഒരു 6 മാസം സമയം തരണം, കേസും ഫയലും ചെയ്യരുത്. കാരണം ഈ 6 മാസത്തിനുള്ളിൽ നമ്മൾ എന്തെങ്കിലും ഒരു സൊല്യൂഷനുമായിട്ട് വരും, ക്രിപ്റ്റോ ഡെപ്പോസിറ്റ്സിനും റീസ്ട്രക്ചറിങ്ങും എല്ലാ സംഭവങ്ങളായിട്ട് വരും എന്നുള്ള രീതിയിലാണ് ആദ്യം ഇവർ പറഞ്ഞേക്കണത്. 6 മാസത്തേക്കുള്ള മൊറട്ടോറിയമാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. നമ്മളിപ്പം കൊറോണ സമയത്ത് കുറേ പേർക്ക് കേട്ടിട്ടുണ്ടാവും ഈ മൊറട്ടോറിയം ഒക്കെ. റീസ്ട്രക്ചറിങ് ആണ്, ലോണെല്ലാം അടയ്ക്കാൻ വഴിയില്ല, മീൻസ് ആൾക്കാർ കേസ് കൊടുത്താൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിന് സമയം വേണം, വീണ്ടും തിരിച്ച് നമ്മളെല്ലാം കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. സോ അതാണ് സംഭവം. സ്റ്റാർട്ടിങ് അങ്ങനെയാണ്. അപ്പം ഇപ്പം നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും ക്രിപ്റ്റോ ഡെപ്പോസിറ്റ്സും വിഡ്രോവൽസും എപ്പോൾ എനേബിൾ ചെയ്യാം എന്ന് കാണാൻ വേണ്ടി മാത്രം വീഡിയോ വന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 6 മാസമെങ്കിലും അവർ സമയം ചോദിച്ചിട്ടുണ്ട്. അതുവരെ അവർക്ക് സമയം വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ അതും വളരെ ഇമ്പോർട്ടൻ്റ്, അറിഞ്ഞിരിക്കണം എന്നല്ലാണ്. നിങ്ങളൊരു എസ്എൽഎക്സ് യൂസർ ആയതുകൊണ്ട് തന്നെ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതായിരിക്കും. ഇപ്പോൾ ബൈനാൻസിന്റെ കേസ് പറഞ്ഞു, ലിമിനിലേക്ക് മാറിയതിന്റെ കേസും പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ ഒരു കേസ് എന്ന് പറയുന്നത് ഇവർ പറഞ്ഞു നമുക്ക് ഇത്രയും വലിയൊരു സൈബർ അറ്റാക്ക് നടന്നു, ഈ രണ്ടും സംഭവം വൈൽ സിസ്റ്റം ഓഫ് സെറ്റായി ആൻഡ് സെൻമൈ ഇവർ പറയണത് കണ്ടു, വൈൽ സിസ്റ്റംസ് ഓഫ് സെറ്റായി ആൻഡ് സെൻമൈ വേർ നോട്ട് കോംപ്രമൈസ്ഡ് ബൈ ദ സൈബർ പ്ലാറ്റ്ഫോംസ് വാലറ്റ് ആണ് ഹാക്ക് ആയത്. നമ്മുടെ മൊത്തത്തിലുള്ള സംഭവം ഒന്നും പോയിട്ടില്ല, ഇതിന്റെ വാലറ്റ് ആണ്. ഇവർ പറയണം നമ്മുടെ ലാബിൽ അങ്ങനെ പ്രശ്നങ്ങൾ, കമ്പനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതിനുശേഷം ഇത് ഒരു നുണയാണ്. 26ാമത്തെ പോയിന്റ് ഒരു നുണയാണ്. വിത്തിൻ അവേഴ്സ് ഓഫ് ദ സൈബർ അറ്റാക്ക് ദ പ്ലാറ്റ്ഫോം സീസ്ഡ് പ്രോസസിംഗ് ഓൾ യൂസേഴ്സ് വിഡ്രോവൽ റിക്വസ്റ്റ് ടു പ്രിവെന്റ് ഫർദർ ദ പ്ലാറ്റ്ഫോം ഓൾസോ സബ്സിക്വന്റ്ലി സീസ് ദ പ്രോസസ് ട്രേഡ്സ്. ഇത് നുണയാണ്. കാരണം 18ാം തീയതി ഹാക്ക് നടത്തി 21ാം തീയതി വരെ കമ്മ്യൂണിറ്റി ഓരോന്ന് വർത്താനം പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവർ ഡെപ്പോസിറ്റ്സും ട്രേഡും എല്ലാം സ്റ്റോപ്പ് ചെയ്തത്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ബട്ട് എനിവേ അവർക്ക് അത് കാണിക്കാൻ വേണ്ടി കാണിച്ചു, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ്. നുണയാണ് അവർ പറയണത്. മേ ബി ഇവർ കറക്റ്റ് സമയം പറയുന്നില്ല. പ്ലാറ്റ്ഫോം സബ്സിക്വന്റ്ലി സീസ് എന്നാണ് പറയുന്നത്. സബ്സിക്വന്റ്ലിക്ക് ഒരു മൂന്ന് ദിവസം എടുത്തു എന്നുള്ളതാണ് സത്യം. അതെന്തായാലും അങ്ങനെ പോയി. പിന്നെയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ മൊത്തം 234 മില്യൻ്റെ ഹാക്കായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഹാക്ക് ആവാത്ത ടോക്കൺസ് ഏതൊക്കെയാണ്, മീൻസ് ഇപ്പം കുറേ പേര് ഫണ്ട് പോയിട്ടുണ്ടല്ലോ, ഹാക്ക് ആവാത്ത വന്നിരിക്കുന്നത് കറന്റ് ബാലൻസ് എത്രയുണ്ട്, അത് ഏതൊക്കെ ടോക്കൺ ആണ് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദ ഫോളോവിങ് ലിക്വിഡ് അസറ്റ്സ് ആർ കസ്റ്റഡി ഇൻ എ റേഞ്ച് ഓഫ് വാലറ്റ്സ്. ഇത് മൾട്ടിപ്പിൾ വാലറ്റ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. തേർഡ് പാർട്ടി വാലറ്റിനകത്തും മറ്റുള്ള കൺട്രോളിനകത്ത് ഇതിപ്പോഴും ഞങ്ങളുടെ കൺട്രോളിലാണെന്ന് പറയുന്നത്. BTC, ഡോജ്, XRP, സൊലാന, ട്രോണ്, POE, WRX, SRX, എഡ, ലവ്ലി, BTTC, അതർ ടോക്കൺസ് ആൻഡ് ഫിയറ്റ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 284 മില്യൺ ഹാക്കായെങ്കിൽ 284ഓളം ഇപ്പം അവരുടെ കറന്റ് കസ്റ്റഡിയിലുണ്ട്. അത് അസറ്റ് ആയിട്ട്, ക്രിപ്റ്റോ ആയിട്ട് ഇത്രയും അസറ്റ് അവരുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒപ്പം പ്ലസ് ഒരു 12 മില്യൺ USD കൂടി ഇവരുടെ കയ്യിലുണ്ട്. 12 മില്യൺ ടോക്കൺ കൂടി ഉണ്ട്. അത് ഇവർ എന്തിനാണ് യൂസ് ചെയ്യാൻ അത് മാറ്റി വെച്ചേക്കുന്നത്. അത് ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്തില്ല. ഈ 284 കാൽക്കുലേറ്റ് ചെയ്യാണ്ട് ഒരു എക്സ്ട്രാ 12 മില്യൺ ഉണ്ട്. ആ 12 മില്യൺ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പോരുന്ന കേസിനും മറ്റ് ഫർദർ പ്രൊസീഡിങ്സിനും ആവശ്യം വരും. അതുകൊണ്ട് ഒരുപാട് ഫ്യൂച്ചറിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഫണ്ട് മാറ്റി വെച്ചു എന്നാണ് പറയുന്നത്. കാരണം ഇവരുടെ പാപ്പരായി യൂസേഴ്സിന്റെ ഫണ്ട് തന്നെ ആയിരിക്കാം, അത് നമുക്കറിയില്ല. 12 മില്യൺ എക്സ്ട്രാ ഉണ്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇവരുടെയിലുള്ള പൈസയാണ് ഇവർ പറയുന്നത്. സോ 12 മില്യൺ എക്സ്ട്രാ ഉണ്ട് ഈ ഒരു കേസിന് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. തീർന്നിട്ടില്ല. അതല്ലാണ്ട് വേറെ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ബൈനാൻസിന്റെ ഇഷ്യൂ. കണ്ടിൻജന്റ് അസറ്റ്സ് എന്ന് പറഞ്ഞു കാണിക്കുന്നുണ്ടോ, ഏകദേശം 17 മില്യൺ കാണിക്കുന്നുണ്ട്. ഈ കണ്ടിൻജന്റ് ഇത് പറഞ്ഞ 14 മില്യൺ കണ്ടിൻജന്റ് അസറ്റ്സ് എന്ന് പറയുന്നത് ഇവരുടെ ഫണ്ടാണ്. പക്ഷെ വേറൊരു വാലറ്റിലത്ത് ഹാക്ക് മീൻസ് ഫ്രീസ് ആയി കിടക്കണം, ലോക്ക് ആയി കിടക്കുകയാണ്. അത് എവിടെയാണെന്ന് വെച്ചാൽ ബൈനാൻസിനകത്താണ്. ലിക്വിഡ് അസറ്റ്സ് comprise USD 14.8 million of token assets which remains in wallets with Binance. ബൈനാൻസ് ഏത് സംഭവം വിഡ്രോ ചെയ്ത് അസറ്റ് റെസ്ട്രിക്ട് ചെയ്തേക്കാണ്, വിഡ്രോ ചെയ്യാൻ ബൈനാൻസ് സ്റ്റോപ്പ് ചെയ്തേക്കാണ്. 3 മില്യൺ വാസറെക്സ് ടോക്കൺ അവർ എയർ ഡ്രോപ്പ് കൊടുക്കാമെന്നുണ്ട്. ആ ഒരു ടോക്കണും 14.8 മില്യൻ്റെ ടോക്കൺ അസറ്റ്സും ബൈനാൻസിന്റെ വാലറ്റിൽ വാസറെക്സിന്റെ ഫണ്ട് കിടക്കുന്നുണ്ട്. ബൈനാൻസ് അത് വിഡ്രോയിൽ കൊടുത്തിട്ടില്ല, ഫ്രീസ് ചെയ്തൊക്കെയാണ്, റെസ്ട്രിക്ട് ചെയ്തൊക്കെയാണ് വിഡ്രോയിലിന്. സോ അതാണ് ഇവർ പറയണത്. സോ അപ്പം മൊത്തം പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം 28 ഉണ്ട്, അതിനുശേഷം ഒരു 12 ഉണ്ട്, അതിനുശേഷം ഒരു 17 ഉണ്ട്. ഈ 17 ഇപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയുള്ളൊരു ഫണ്ട് എന്ന് പറയുന്നത്
വേറൊരു ഫണ്ട് ഇവിടെ പറയുന്നുണ്ടോ LE എന്ന് പറയും. കാരണം ഈ ED കുറേ ആൾക്കാരുടെ ഫണ്ടൊക്കെ ഫ്രീസ് ചെയ്തിട്ട് ക്രിപ്റ്റോ ആയിട്ടാണല്ലോ ഫണ്ട് ചെയ്തേക്കണം. ED നമുക്കറിയാം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ കുറേ ആൾക്കാരുടെ ഇന്ത്യയിൽ AML ആക്ടിൽ കുറേ ഫണ്ട് കണ്ടുപിടിച്ച് മീൻസ് അതൊക്കെ അവർ സീസ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഈ ഫണ്ടെല്ലാം അവർ സ്വന്തമായിട്ട് വാലറ്റ് അല്ലാണ്ട് വാസിറക്സിന്റെ വാലറ്റിനകത്താണ് യൂസ് ചെയ്തിട്ടായിരുന്നത്. സോ ഏകദേശം 28 മില്യണോളം ഇത്രയും വലിയൊരു എമൗണ്ട് 28 മില്യൺ വർത്തോളം അസറ്റ്സ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുടെ അതും സെക്യൂർ ആണ്, അതും ഒരു പ്രശ്നം വന്നിട്ടില്ല എന്നാണ് പറയണത്. ഇതും ഹാക്ക് ആയിരുന്നെങ്കിൽ കോമഡി ആയിരുന്നു. ED-കാര് ആൾക്കാരെ അടിച്ചു മാറ്റി മീൻസ് AML ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് പിടിച്ചെടുത്ത് വെച്ചിട്ടുള്ള സാധനം വേറെ ഹാക്കർ കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാലോ ഏലൊക്കെ പെട്ടെന്ന് ചിരുതൊക്കെ പെട്ടിതൊക്കെ പറഞ്ഞില്ലേ. ED തന്നെ മറ്റുള്ളവരെ ഒന്ന് പിടിച്ചിട്ട് അവർ കയ്യിൽ വെച്ചേക്കാണ്. അത് കട്ടെടുത്തുന്ന വേറെ ടീംസ് ആണ്. എങ്ങനെ ഉണ്ടാവും വെച്ചാൽ അത് കട്ടെടുത്തിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. സോ അത് ഹാക്കിൽ ബാധകമായിട്ടില്ല എന്നൊരു ക്ലിയർ ആയിട്ട് ഇവർ പറയുന്നുണ്ട്. എനിവേ അപ്പം ഈ ഒരു ടോക്കൺ ഇപ്പം കറന്റ് വാസിറക്സിന്റെ കയ്യിലുണ്ട്. വാസിറക്സിന്റെ കയ്യിലുണ്ട് ഈ 28 ഈ പറഞ്ഞ ഒരു 17 മില്യനും അതുപോലെ ഒരു 284 മില്യനും കറന്റ് പിന്നെ ഒരു 12 മില്യണും ഇപ്പം കറന്റ് വാസിറക്സിന്റെ കയ്യിലുണ്ട്. മറ്റുള്ള 234 മില്യൺ ഓൾറെഡി ഹാക്ക് ചെയ്ത് പോയി എന്നാണ് പറയുന്നത്. പിന്നെ വേറെ ഒന്ന് പറയുന്നത് യൂസേഴ്സിന്റെ കേസാണ്. ആരൊക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യണമെന്നുള്ള 94% ആൾക്കാരും ഇന്ത്യക്കാരായിരുന്നു. അതിനകത്ത് 640 യൂസേഴ്സ് കോർപ്പറേറ്റ് ആണ്. മീൻസ് ഇവർ OTC മാർക്കറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോയിൻ സ്വിച്ച് കുബർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കോയിൻ സ്വിച്ചിന്റെ 2% ഫണ്ട് വാസിറക്സിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് ഹാക്കായി പോയിട്ടുണ്ട്. പക്ഷേ വാസിറക്സ് കോയിൻ സ്വിച്ച് അവരുടെ ബാക്കിലുണ്ടായിരുന്നു. ബാലൻസ് വെച്ചിരുന്ന ഫണ്ട് വെച്ചിട്ട് ഈ ഹാക്കായി പോയ ഫണ്ട് അവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റി. കാരണം ഇവരിൽ കുറച്ച് എക്സ്ട്രാ ബാലൻസ് ഉണ്ടായിരുന്നു, മീൻസ് ബാക്കപ്പ് ആയിട്ട് വെച്ചിരുന്നു. സോ 2% ഫണ്ട് വാസിറക്സിനകത്ത് വെച്ചിരുന്നുള്ളൂ. അത് ഹാക്കായി പോയപ്പോഴും ഇവരുടെ ബാക്കിൽ ഉണ്ടായിരുന്ന ഫണ്ട് എടുത്തിട്ട് ഇവർ അത് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ ഇവരുടെ ആശിഷ് സിംഗാൾ കോയിൻ സ്വിച്ചിന്റെ CEO തന്നെ ഒരു ന്യൂസ് എടുത്തുവിട്ടിരുന്നു. പിന്നെ ഇൻഡിവിജ്വൽ പ്ലാറ്റ്ഫോം യൂസേഴ്സ് നമ്മളെപ്പോലെ, ഞാൻ ചെയ്ത പോലെ, എൻ്റെ വീഡിയോ കാണുന്നപ്പോൾ നിങ്ങളെ പോലെ 43,52,659 പേര് ഇതിനകത്ത് ഇപ്പം ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇത്രയും പേര് ഫണ്ട് പോയിട്ടുണ്ട്. ഇതിന് ഇത്രയും വലിയ എമൗണ്ട് ആണ് അവരുടെ എമൗണ്ട് ആണ് നഷ്ടപ്പെട്ടേക്കുന്നത്. നമുക്കിവിടെ കാണാം കോർപ്പറേറ്റിന് ഇത്രയും യൂസേഴ്സിന് ഇത്രയും വലിയ ഫണ്ടാണ് നഷ്ടപ്പെട്ടിരിക്കണമെന്നാണ് ഇവർ പറയുന്നത്. ഇത്രയും നഷ്ടപ്പെട്ടിരിക്കുന്ന ഇത്രയും യൂസേഴ്സ് ആണ് അവരുണ്ടെന്ന്, നഷ്ടപ്പെട്ടു എന്നല്ല കേട്ടോ, സോറി. ഇത്രയും വലിയൊരു ഫണ്ടാണ് ഇവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ 570 മില്യൺ. ഇതിലാണ് 234 പോയിട്ട് ബാക്കിയുള്ള ബാലൻസ് ആണ് ഇപ്പോൾ അവരുടെ കയ്യിലുള്ളത്. സോ ഇതൊക്കെയാണ് പറയണത്. ഇനിയിപ്പം ഇവർ പറയണത് എന്തുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് റീസ്ട്രക്ചറിങ് എന്നുള്ള സംഭവം. അതായത് ചില അസറ്റ്സ് ഇപ്പം ഹാക്കായി പോയിട്ടുള്ള ചിലതെല്ലാം ഷിബ ആയിരുന്നു അല്ലെങ്കിൽ മറ്റുള്ള ടോക്കൺസ് ഒക്കെ ആണെങ്കിൽ അത് ഭയങ്കര വോളറ്റൈൽ ആയിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും. പ്രൈസ് നമുക്ക് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റില്ല, എത്ര പോയി എത്ര കൊണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. സോ അതിനൊരു ടൈം ഇവർക്ക് വേണം. അസറ്റ് റീബാലൻസ് ചെയ്യണം, എത്ര പോയി എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത്. ഇപ്പം മൗണ്ട് ഗോക്സിന്റെ എക്സാമ്പിൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പണ്ട് BTC ഹാക്കി പോയിട്ട് ഇപ്പം അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ അപ്രോക്സിമേറ്റ് എമൗണ്ട് ആയിട്ടുള്ള BCH കൊടുക്കുന്നുണ്ട്. അതുപോലെ വേറെ ടോക്കൺസ് ഒക്കെ ആയിട്ട് കൊടുക്കും. അപ്പോൾ ഏത് കൊടുക്കണം, എങ്ങനെ ബാലൻസ് അസെറ്റ് ചെയ്യണം, അസെറ്റ് റീബാലൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ടൈം ഇവർക്ക് വേണം എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു 6 മാസം ടൈം പീരീഡ് മിനിമം, വീണ്ടും പറയണം മിനിമം 6 മാസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇവർ പറയുന്നത് അറ്റ്ലീസ്റ്റ് മിനിമം 6 മാസത്തേക്ക് ഒന്നും ചെയ്യരുത്, 6 മാസത്തേക്ക് ഞങ്ങൾക്ക് അതിൽ പ്രൊസീഡിങ്സ് ഒന്നും വരരുതെന്ന് പറയുന്നുണ്ട്. അത് പറയാനുള്ളൊരു കാരണം ഇതിന് ഇവർക്ക് ഒരുപാട് കേസസ് വന്നിരുന്നു. ഏകദേശം എത്രയോ വലിയ എമൗണ്ട്, കുറേ 4-5 കേസസ് ഇവരുടെ പേരിൽ വന്നിരുന്നു. സോ അങ്ങനത്തെ കേസിൽ നിന്ന് നിങ്ങൾ ഒഴിവാകുക. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്കൊരു മിനിമം 6 മാസം സമയം വേണം എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. കേസ് വന്നിട്ട് നമുക്ക് കാര്യമില്ല, ഞങ്ങൾക്ക് ഈ ഒരു മിനിമം വേണം, കേസ് വന്നാലും ഞങ്ങൾക്ക് അതിലുള്ള പ്രൊസീഡിങ്സ് എടുക്കരുത്, ഈ സമയത്തിനുള്ളിൽ ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാം അസറ്റ് റീബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. സോ ഇതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് എനിക്ക് ഇതിനകത്ത് പറയാനുള്ള കുറച്ച് ന്യൂസസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസസ്. ഇതായിരുന്നു അഫിഡവിറ്റിനകത്ത് ഉള്ളത്. ഇതിനകത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇതിപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല. 6 മാസം എന്ന് പറഞ്ഞാൽ മേ ബി എല്ലാം സെറ്റ് ആയി കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഇവരുടെ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഇവരിലുള്ള ടോക്കൺസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ഇതൊക്കെ തന്നെയായിരുന്നു അഫിഡവിറ്റിനകത്ത് പറഞ്ഞത്. അതിനുശേഷം വന്നിട്ടുള്ള ഇമെയിൽ എന്ന് പറയുന്നത് നമുക്ക് മൊറട്ടോറിയം കോൾ വരുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ അറ്റ് ദിസ് പ്രിലിമിനറി സ്റ്റേജ് നമ്മൾ വേറൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ പോസിറ്റീവായിട്ട് പറയണത്, ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഇതൊക്കെ ഇത്രയായി 6 മാസത്തിനുള്ളിൽ ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പോകും, മറ്റുള്ള പാർട്ട്നേഴ്സുമായിട്ട് സംസാരിച്ച് എന്തൊക്കെ രീതിയിലേക്ക് നമുക്ക് കോർപ്പറേഷൻസും എന്താ പറയുക എന്തൊക്കെ രീതിയിൽ നമുക്ക് സെറ്റാക്കാൻ പറ്റും, ഫണ്ട് എങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ടീമുമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും, യൂസേഴ്സിൻ്റെ ഫണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. സോ അത് അത്രയും പെട്ടെന്ന് തന്നെ നടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് ഇൻ ദിസ് എൻഡ് നമുക്ക് ജൂലൈ 21 മുതൽ 2 ഓഗസ്റ്റ് വരെ 4 ലീഗൽ നോട്ടീസ് വന്നു. സോ ഇങ്ങനത്തെ ലീഗൽ നോട്ടീസ് വരുമ്പോൾ നമുക്ക് നമ്മുടെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. 6 മാസം മിനിമം ഗ്യാരണ്ടി വേണം എന്നുള്ള, മിനിമം ടൈം വേണം എന്നൊക്കെയാണ് ഇവർ പറഞ്ഞേക്കുന്നത്. മറ്റുള്ള ടീമുമായിട്ട് ഇവർ വേരിയസ് പാർട്ട്ണർഷിപ്സിന് നോക്കുന്നുണ്ട്, കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സെറ്റാക്കാം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഈ അഫിഡവിറ്റിനകത്ത് ഉള്ളത്. നമുക്കിത് കേൾക്കുക, പറയുക, മനസ്സിലാക്കുക എന്നല്ലേ പറയാൻ പറ്റൂ, വേറെ ഒന്നും ഇല്ലല്ലോ. സോ ഇങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ആയിരുന്നു ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അതിന് ശേഷം നമുക്ക് ഇവിടെ കാണാം പ്രപ്പോസ്ഡ് ഈ പറഞ്ഞ റീസ്ട്രക്ചറിങ് സ്കീമിനെ കുറിച്ച് നമ്മളിവിടെ കണ്ടിരുന്നു. അതിനുശേഷം കോൾ വരേണ്ട താല്പര്യം ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞിരുന്നു 2 സെപ്റ്റംബർ
7th ഈ സമയത്താണ്. നമുക്ക് അതിന് മുമ്പ് നിങ്ങൾ കോൾ ജോയിൻ ചെയ്യണമെങ്കിൽ ചുമ്മാ നിങ്ങൾക്ക് ലിങ്കിനകത്ത് കയറിയിട്ടെല്ലാം സംഭവം സെറ്റാക്കാം. നിങ്ങൾക്ക് 2-ാം തീയതിക്ക് മുമ്പ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നൊക്കെ കാണിക്കാം. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ജോയിൻ ചെയ്യണമെന്നുള്ള റീസൺ നിങ്ങൾ പറയേണ്ടി വരും തോന്നുന്നു. ബട്ട് എനിവേ ഇപ്പം കോൾ കഴിഞ്ഞാലും അതിൻ്റെ അപ്ഡേറ്റ് എന്താണെന്നുള്ളത് ഇവർ തീർച്ചയായിട്ടും പറയുന്നുണ്ടാവും. സോ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം. സോ ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് വരാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. സോ ഇതായിരുന്നു ഈ ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ. ബസീറെക്സിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് തീർച്ചയായിട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ബസറെക്സിൽ ഹാക്കായി പോയ ഈ 4 ലക്ഷത്തി എത്രയും ആൾക്കാർ കണ്ടില്ല, 43 ലക്ഷം, അത്രയും പേർക്ക് ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മലയാളികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. സോ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞേക്കണമെന്ന് മനസ്സിലാക്കുക. പൈസ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇത്രയേ ഉള്ളൂ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഒരിക്കലും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.